ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരി മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അലീന പൗലോസിനോടും അതുപോലെ തന്നെ ബൈജുക്കും ആൻ്റപ്പനൊക്കെ ഒരു അവസരം കൂടി കൊടുക്കുന്നുണ്ട്. സത്യം പറ, ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം നാണം കെടാതെ രക്ഷപ്പെടാം. അപ്പോൾ പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും പൗലോസും ബൈജു ഒന്നും മിണ്ടുന്നില്ല. ശേഷം അലീന പറയുന്നുണ്ട്, അതെ വണ്ടി എടുക്ക്, നമുക്ക് നേരെ കടയിലേക്ക് പോകാം എന്ന് പറയാണ്. അപ്പോൾ അതിനുശേഷം പൗലോസും അതുപോലെ തന്നെ നമ്മുടെ ആൻ്റപ്പനും ആൻ്റപ്പൻ വണ്ടി കയറുന്നുണ്ട്. പൗലോസും ബൈജുവും വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ അലീന എല്ലാവരുടെ മൊബൈലിൽ പിടിച്ച് കയ്യിലേക്ക് വെക്കുകയാണ്. കാരണം അവരാരെങ്കിലും വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആൻ്റപ്പൻ്റെ മൊബൈൽ പോലും കയ്യിൽ പിടിച്ച് വെക്കുന്നുണ്ട്. ആൻ്റപ്പൻ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ബാക്കി നമ്മുടെ വല്യപ്പച്ചനും അലീനയും മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗേറ്റ് കടക്കാനാകുമ്പോഴേക്കും അലീന ചോദിക്കേണ്ട, ഞാൻ ഒരു അവസരം കൂടി പൗലോസേട്ടനെ തരുവാണ്. നടന്ന സംഭവങ്ങൾ പൗലോസേട്ടൻ പറയുകയാണെങ്കിൽ പൗലോസേട്ടൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. എല്ലാന്നാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് സത്യാവസ്ഥയൊക്കെ അറിയുകയാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേ ഈ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ പൗലോസും ആൻ്റപ്പനല്ല നമ്മുടെ ബൈജു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് കാണുന്ന വല്യപ്പച്ചൻ പറയണ്ടേ, എൻ്റെ മോളെ നീ ഇവരോട് ഇനി ഒന്നും ചോദിക്കണ്ട, കടയിലേക്ക് നേരെ വണ്ടി വിടട്ടെ എന്ന് പറയണം. അങ്ങനെ കടയിലേക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അലീന പൗലോസിന്റെ മുഖത്തൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പൗലോസ് വല്ലാതെ വീർക്കുന്നുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് പൗലോസിന്റെ മുഖത്ത് തോന്നുന്നുണ്ട്. പോകുന്ന വഴിക്ക് അലീന ചോദിക്കണ്ട്, എന്താ പൗലോസ് ചേട്ടാ വല്ലാത്തൊരു വീർപ്പ് മുട്ടലും ബുദ്ധിമുട്ടും പോലെ, എന്തോ പനിക്കോള് വരാനുള്ള ലക്ഷണമാണെന്ന് തോന്നലല്ലോ. പൗലോസ് ചേട്ടന് ഒട്ടും വയ്യേ, ഹോസ്പിറ്റലിൽ ഇതിനെ കാണിക്കുന്നോ? വല്യപ്പച്ച ഇവിടെ അടുത്ത് ഏതെങ്കിലും ക്ലിനിക്കോ എന്തെങ്കിലും ഉണ്ടോ? പൗലോസ് പറയണ്ട്, ഓ വേണ്ട കുഞ്ഞ്, ഒന്നും വേണ്ട എന്ന് പറയാണ്. അല്ല പൗലോസ് ചേട്ടന് എന്തെങ്കിലും എന്നോട് ഇനി പറയാനുണ്ടോ? അല്ല അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനും പറയാനുണ്ടെങ്കിൽ പറ. ഇല്ല കുഞ്ഞ്, ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല എന്ന് അലീന മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം ആ കടയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഇത് തന്നെയാ കട എന്ന് പറയണേ. ഇതാണ് കട, ഏതോ ഒരു മാർക്കറ്റിൽ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു കട മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഈ കടയാണ് കൊച്ചു വാങ്ങിക്കണത്. ഓ, അപ്പൊ ഈ കടയാണ് നിങ്ങൾ പറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്ന വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലേ? കൊള്ളാം, ആയിക്കോട്ടെ, ഞാൻ കട ചെറുതാക്കി കാണിക്കണമെന്നില്ല, പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന ആ കടയിലേക്ക് കയറണം. അത് ചെറിയൊരു കട കേട്ടോ, ചെറിയൊരു സാധാരണ കട. ആ കടയിൽ കയറിയ ആ ചേട്ടനോട് നമ്മുടെ അലീന ചോദിക്കണ്ടേ, ഈ പറയുന്ന പൗലോസ് ചേട്ടൻ കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചില്ലായിരുന്നോ? വാങ്ങിച്ചായിരുന്നോ? അതിൻ്റെ ബില്ല് എനിക്കൊന്ന് വേണമല്ലോ. അയ്യോ കൊച്ചെ, ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പൗലോസ് വേണ്ടി സാധനങ്ങളുടെ ബില്ല് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. സാധനങ്ങൾ കൊടുക്കുക, അതിൻ്റെ തുക മാത്രമേ എഴുതി വെക്കാറുള്ളൂ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ സാധനങ്ങളിലൊക്കെ ഞാൻ പറയാം, അതിൻ്റെ വിലയിട്ടിട്ട് ഒരു കണക്ക് എഴുതി തരാമോ എന്ന് കടക്കാരനോട് ചോദിക്കുകയാണ്. കടക്കാരൻ അപ്പം തന്നെ പൗലോസിൻ്റെ ബൈജുയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവരുടെ മുഖത്തേക്ക് എന്തിനാണ് നീ നോക്കുന്നത് എന്ന് വല്യപ്പച്ചൻ ചോദിക്കുകയാണ്. മര്യാദയ്ക്ക് കണക്കെഴുതി താടാ എന്ന് പറയുമ്പോൾ, സോറി, അത് എഴുതി തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് കടക്കാരൻ പറയുമ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, നിനക്ക് നാണൂലടെ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ആരാന്നറിയാവോ? സ്റ്റാൻലിയുടെ പപ്പയാണ്, കേണൽ സ്റ്റാൻലിയുടെ പപ്പ. അതുകൊണ്ട് നീ മര്യാദക്ക് കണക്കെഴുതി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ എഴുതി തരാം എന്ന് പറയാണ്. അപ്പൊ അലീന പറയുന്നുണ്ട്, 10 കിലോ അരി, 5 കിലോ വെളിച്ചെണ്ണ, അങ്ങനെ 2 കിലോ പഞ്ചസാര എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കണക്കിനെ പറഞ്ഞു കൊടുക്കുകയാണ്. തേങ്ങ ഇത്രയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കടക്കാരൻ എല്ലാത്തിനും വില കൂട്ടിയാണ് കേട്ടോ എഴുതുന്നത്. അരിക്ക് ഇങ്ങനെ 90 രൂപയുടെ അരിയാണ് എന്ന രീതിയിലൊക്കെയാണ് അരിയുടെ വിലയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അലീന ആ ബില്ല് വാങ്ങിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ വില ഇങ്ങനെ നോക്കുകയാണ്. കൊള്ളാലോ എൻ്റെ ചേട്ടാ, തേങ്ങക്കൊക്കെ ഇത്രയും വിലയോ? 70 രൂപയോ? അരിക്ക് എന്താ ചേട്ടാ, ഇതെന്ത് സ്വർണം പൂശിയ അരിയോ? 80 രൂപയുടെ അരിയൊക്കെയോ? കൊള്ളാം, വലിയ ബ്രാൻഡഡ് അരിക്ക് പോലും ഇത്രയും റേറ്റിലല്ലോ. വെളിച്ചെണ്ണ 450 രൂപ. കൊള്ളാം, എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വില നോക്കുകയാണ്. അല്ല ചേട്ടാ, ഇത്രയൊക്കെ വില എഴുതുമ്പോൾ ചേട്ടനെ കുറച്ച് പോലും ഉളുപ്പില്ലേ എന്ന് ചോദിക്കണം വല്യപ്പച്ച. ഈ വിലയൊന്നും നോക്കുക. കൊള്ളാലോടെ മോളെ, ഇതിന് എന്ത് വിലയാ? ഞങ്ങളെ സിറ്റിയിലെ ഏറ്റവും വലിയ കടയിൽ പോയിട്ട സാധനങ്ങൾ വാങ്ങിക്കണത്, അവിടെ പോലും ഇത്രയും വിലയില്ലല്ലാടാ എന്ന് ചോദിക്കുകയാണ്. കടക്കാരൻ ഒന്നും മിണ്ടുന്നില്ല. പൗലോസേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. അലീന മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ നോക്കാട്ടോ. അതിലെ പാക്കറ്റിന്റെ വിലയൊക്കെ എന്ന് പറയണതില്ലേ, സാധാരണ ഈ ഡേറ്റ് കഴിയാനാവാൻ സാധനങ്ങളൊക്കെ ഇല്ല. അതായത് 6 മാസം മുമ്പ് കഴിയണതിന് 6 മാസം മുമ്പുള്ള അതിനുശേഷമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ കടക്കാർക്ക് ഇത്രയും രൂപ ലാഭം എന്ന് പറഞ്ഞ് കിട്ടും. ആ ലാഭത്തിൽ വിൽക്കുന്ന സാധനമാണ് ഈ കടക്കാരന് ഇവർക്ക് വിറ്റിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇനി കടക്കാരനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഇവർ പറഞ്ഞതെല്ലാം അനുസരിക്കുള്ളൂ, അയാളുടെ ലാഭമല്ല അയാൾ നോക്കുള്ളൂ. വേഗം തന്നെ അലീന വണ്ടി എടുക്ക്, ഇനിയെല്ലാം വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് ബൈജുവിനോട് പറയാണ്. ബൈജു വണ്ടി എടുക്കുന്നുണ്ട്. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുവാട്ടോ. അലീന എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പൗലോസ് മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ.
പൗലോസിനോട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേട്ടൻ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് തല മുകളിലേക്കൊന്ന് നോക്ക് പോലും ചെയ്യാണ്ട് തല കുമ്പിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശേഷം ബൈജിനോട് അലീന ചോദിക്കുന്നുണ്ട്, സമ്മതിച്ചു തന്നിരിക്കുന്നു ചേട്ടാ, നിങ്ങളെയൊക്കെ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നല്ലേ നിങ്ങൾ, എങ്ങനെയാണ് ഇങ്ങനെ തട്ടിക്കാനും വെട്ടിക്കാനൊക്കെ തോന്നുന്നത്? നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സാലറി എൻ്റെ പപ്പ തരുന്നില്ലേ? പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈ നിറച്ച് തരുന്നില്ലേ? ഓണം, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പെരുന്നാളോ ഉത്സവമോ എന്ത് വന്നാലും നിങ്ങൾക്ക് പൈസ തരാറില്ലേ ആഘോഷിക്കാൻ വേണ്ടി? പിന്നെ അത് മാത്രമല്ല ബോണസ്, അങ്ങനെ പല പൈസ തരാറുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് കൈയിട്ട് വരാൻ വേണ്ടി നാണം തോന്നണില്ലേ? കുറച്ചെങ്കിലും ഉളുപ്പ് തോന്നണില്ലേ എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവാണ്. അവിടെ ആൻ്റപ്പൻ ചേട്ടനുണ്ട് കേട്ടോ. ആൻ്റപ്പൻ ചേട്ടൻ അലീന ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ ആൻ്റപ്പൻ ചേട്ടന് എങ്ങനെ തോന്നി എൻ്റെ പപ്പേനെ ചതിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റപ്പൻ ചേട്ടൻ പൊട്ടിക്കരയാട്ടോ, മോളെ ക്ഷമിക്കണം, അങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും കണ്ണടയ്ക്കും, കാരണം എന്തിനും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോറി മോളെ, എന്നോട് ക്ഷമിക്കേ, ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, സോറി മോളെ, ക്ഷമിക്കും മോളെ, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോഴേക്കും അലീന കരയുന്നുണ്ട്. അലീന പറയണ്ട, ആൻ്റപ്പൻ ചേട്ടൻ അതിൽ നിന്നുള്ള ലാഭമൊന്നും എടുക്കുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവർ കാണിക്കുന്ന കള്ളത്തരം ആൻ്റപ്പൻ ചേട്ടനെ അറിയാം. എന്നിട്ട് അതൊരു വാക്ക് പോലും എൻ്റെ പപ്പയെടുത്ത് പറഞ്ഞില്ലല്ലോ. സോറി മോളെ, ഇനി ഇത് ആവർത്തിക്കില്ല, മോളുടെ കാല് പിടിക്കുക, വേണ്ട ആൻ്റപ്പൻ ചേട്ടന് എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അലീന അപ്പുറത്തേക്ക് പോവാട്ടോ. അലീനക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നണം, കാരണം തൻ്റെ പപ്പേനെ എല്ലാവരും കൂടി ചേർന്ന് ചതിക്കുമായിരുന്നു. വില കൂടിയ മീന്, വില കൂടിയ മുളക് പൊടി, മല്ലിപ്പൊടി, അരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഏറ്റവും ലോ ക്ലാസ് സാധനങ്ങൾ, വില കുറഞ്ഞ, അത് ഒട്ടും ഭയങ്കരമായിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ആ പപ്പയുടെ ആരോഗ്യം കൂടി അലീനക്ക് നോക്കണ്ടേ. അപ്പോൾ അതൊക്കെ കൊണ്ട് അലീനക്ക് ആകെ വിഷമമാവാട്ടോ. വല്യപ്പച്ചനോട് പറയണ്ട്, പപ്പ വന്നു കഴിയുമ്പോൾ തന്നെ ഈ കാര്യം പറയണ്ട, പതുക്കെ സമാധാനത്തിൽ പറയാം, എന്നിട്ട് പപ്പ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ആ വേലക്കാരത്ത് വരുമ്പോൾ വേലക്കാരത്തിലെ കാര്യങ്ങളും അലീനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വേലക്കാരത്തെയും പൗലോസ് തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം, അത് പിന്നീടാണ് പറയണത്. അതൊക്കെ ഇപ്പം അത് പറയേണ്ട കാര്യമില്ല, അതിപ്പോൾ കാണിക്കുന്നില്ല, പറയുന്നുമില്ല. ഇപ്പം നമ്മുടെ അലീന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാൻലിൻ്റെ അടുത്ത്, അതായത് ലാലിച്ചിനോട് പറയും, അലീനയുടെ പപ്പ എടുത്ത് പറയും. അങ്ങനെയാണ് നമ്മുടെ അലീനയുടെ പപ്പ ദേഷ്യം തന്നെ ചതിച്ചു, തന്നോട് നുണ പറഞ്ഞു, തന്നോട് വലിയൊരു വിശ്വാസം വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊട്ടും തന്നെ സ്റ്റാൻലി സഹിക്കില്ല കേട്ടോ. സ്റ്റാൻലി നമ്മുടെ പൗലോസിനെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് തള്ളാൻ വേണ്ടി പോവാണ്. പക്ഷെ അലീന ഒരു അവസരം കൂടി കൊടുക്കാന്നൊക്കെ പറയും, പക്ഷേ ഇല്ല, സമ്മതിക്കില്ല സ്റ്റാൻലി. ഇല്ല, ഇനി ഇവനിവിടെ വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ പൗലോസ് അവിടുന്ന് പോകുന്നുണ്ട്. പൗലോസിന്റെ സ്വന്തം ആളാണല്ലോ അവിടുത്തെ വേലക്കാരത്തി. അങ്ങനെ വേലക്കാരത്തിനെ വേലക്കാരത്തെയും പോകുന്നുണ്ട്, ബൈജു പോകുന്നുണ്ട്. ആൻ്റപ്പനെ മാത്രം ഒരു അവസരം കൊടുക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവരെല്ലാവരും തന്നെ തിരിച്ചു കയറുന്നുമുണ്ട് അലീനയുടെ കൃപ കൊണ്ട് മാത്രം. കാരണം ഇവർക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ജോലി എടുത്ത് തിന്നാനുള്ള ആ ഒരു മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര പൈസയും കിട്ടും, അങ്ങനെ വെട്ടിച്ചും പട്ടിച്ചും ഒക്കെ കഴിക്കുകയും ചെയ്യാലോ. അതുകൊണ്ട് ഇവരെല്ലാ തെറ്റുകളും അലീനയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പണിക്കൊക്കെ കയറും. എന്നാലും നാളെ നമ്മുടെ പൗലോസ്, എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ടുള്ള പൗലോസ് പടി ഇറങ്ങാൻ പോകുന്ന ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.